ഹലോ, നമസ്കാരം. വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വെറൈറ്റി അല്ല, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് സാധാ ഒരു മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാതെ ഒഴുക്കിനൊരു മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം വെക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നാളെ എൻ്റെ ഓഫാണ്, അപ്പം നാളെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മീൻകറി വെക്കാം. അപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടങ്ങാം നമുക്ക്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാൻ കുറച്ചേറെ സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് വാട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഇത് വ്യത്യാസം വരും, നമ്മൾ ഇതൊന്നും വരത്തില്ല. കുറച്ചേറെ വാട്ടിയാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, ഒരു 4 സ്പൂണ് പിരിയമുളക് പൊടിയുണ്ട്, 1.5 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉലുവ വേണം, കടുക് വേണം, കുറച്ച് വെള്ളം, കുറച്ച് പുളി ഇങ്ങനെ വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം വേണ്ട, അപ്പോൾ നമുക്ക് പാത്രം എടുത്ത് ഇതിൽ വെക്കാം. അത് ചൂടാകട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. തേക്കിന് അത് നല്ല പൊട്ടുമ്പോഴത്തേനും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഞാൻ കടുക് ഉലുവ എല്ലാം കുറേ ഏറെ ഇടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ഉലുവ ഇതെല്ലാം ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് ഉലുവയുടെ ലേശം ഉലുവയുടെ കളറാകുമ്പോഴത്തേന് നല്ല മണം വരുന്നുണ്ട്. ഉലുവയുടെ പച്ചമുളക് ഇടാം. പിന്നെ നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ, ചിലപ്പോൾ കരിഞ്ഞു. ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ലാസ്റ്റ് കുറേ ചേർക്കാറ് മാറ്റി വെക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ സാധനം കൊണ്ട് ഞാൻ പണ്ട് ഇതുപോലെ കറി ഉണ്ടാക്കി പിടിച്ചതാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പകുതി അവയിലായി. ഞാനത് വാങ്ങി അങ്ങോട്ട് വെച്ചാൽ ഇതുകൊണ്ട്, പക്ഷേ അങ്ങോട്ട് ആഴ വീണു. പിന്നെ ഞാൻ പിറ്റേ ദിവസം അവയിൽ പിന്നെ ഉണ്ടാക്കിയിട്ട് ബാക്കി കാണിച്ചത്. അപ്പോൾ നല്ലോണം മൂക്കുന്നതല്ല, അതിൻ്റെ മണം മാറണം വരുന്നതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ചടാന്ന് ചെയ്യും എനിക്ക് വേണ്ടി. ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പെരുക്കത്തൊക്കെ കാണിക്കുന്നത്. മണമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള സവോളയില്ലേ, സവോള മുഴുവനും കറിവേപ്പില മാറ്റി വെച്ചേക്കാം, ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുക്കാം. നീ കാണുന്നുണ്ടായിരിക്കും അല്ലേ? ഞാൻ മൊബൈൽ സൈഡിൽ വെച്ചേക്കാണ്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാറ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് വാടിക്കും. നിങ്ങളൊക്കെ ഇപ്പം മധുരിക്കുമെന്നൊക്കെ ഓർക്കുമല്ലേ സവാള? ഞാനിങ്ങനെ കുറേ കൂടി കുറച്ച് മസാല കൂടുതൽ വേണം, അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. എനിക്കങ്ങനെ അധികം മധുരമായിട്ടൊന്നും ഇതിലായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇട്ടാലും പാടി കഴിയുമ്പോൾ എനിക്കറിയത്തില്ല, നാട്ടിലേക്ക് വെക്കുമ്പോൾ വേറെ രുചിയല്ലേ. പക്ഷെ എനിക്ക് വലിയ മധുരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇങ്ങനെ വെച്ചിട്ടങ്ങ് നമുക്കിതൊന്ന് അടച്ച് വെക്കണം.
ഒന്ന് കഴുകി വരാവേ. കഴുകിയതാണ്, ഒന്ന് കഴുകാം. നമുക്കിതൊന്ന് വാടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് പെട്ടെന്ന് വാടിക്കിട്ടും. വാടുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. നമുക്കിത് തുറന്ന് നോക്കാം. വാടിയോ കരിഞ്ഞോ വാടിയോ ഒന്നും അറിയത്തില്ല. വാടിയതേ ഉള്ളൂ, കരിഞ്ഞിട്ടൊന്നുമില്ല. ഉപ്പിട്ട് ഇതിനകത്തോട്ടൊന്ന് വെള്ളം അങ്ങ് ഇറങ്ങും. അപ്പോൾ വെള്ളം ഇറങ്ങുന്നുണ്ട്, എണ്ണമയല്ല നമുക്ക് വേണ്ടത്. പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഇതിൽ ഉപ്പിട്ട് കഴിയുമ്പോൾ വെള്ളം അങ്ങ് ഇറങ്ങും. പിന്നെ ഇതിനകത്ത് വെള്ളമയാണ്, അല്ലാതെ ഒരിത് വരത്തില്ല. ഇത് വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് വേഗം പോലെ ആയിപ്പോകും. ഒരു വെറൈറ്റി മീൻകറി എന്ന് പറയുന്നത് മീൻകറി സവോളക്കറി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് സവോളയുണ്ട്. ഞാനിപ്പോൾ ഡയറ്റിങ്ങിലൂടെ ചെയ്യുന്നത് കൊണ്ട് ഈ കൂടുതൽ ഇത് വേണമെന്ന് വിചാരിച്ചാൽ കൂടുതൽ ഇട്ടത്. നമുക്കൊന്നുകൂടൊന്ന് അടച്ചു വെക്കാം. വീണ്ടും വരാം. സവോള വാടുമ്പോഴേ നമുക്ക് അതിലോട്ട് കുറച്ച് ചായ വെക്കാം അല്ലേ. ഇങ്ങനെ നിന്നപ്പോൾ ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് ഓണാക്കിയിട്ട് ചായ കുടിക്കുന്നതൊക്കെ കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ലോങ് ലൈഫ് മിൽക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്, കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലോണം തിളക്കട്ടെ. ചായ ഞാൻ കോഫി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കോഫി മേടിച്ചോണ്ട് വന്നായിരുന്നു, അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതവിടെ തിരക്കട്ടെ. നമുക്കിത് പാടി വരുന്നുണ്ട്. ഇത് നമ്മുടെ ഉള്ളി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഒരുവിധം ഒന്നൊന്നും വാടിയതേ ഉള്ളൂ, എന്നാലും അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേയേറെ വാട്ടിയത് നല്ലോണം വറുത്ത കോരുന്ന പോലെ എടുത്തിട്ട് വെക്കാം. ഞാനിപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി അങ്ങനത്തെയൊക്കെ ഉള്ളിക്കറി പോലത്തെ ഗ്രേവിയൊക്കെ വേണം. അപ്പം മധുരമൊന്നും കാണത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെ ഒന്ന് വിചാരിക്കുന്നു മീൻകറിക്ക്. അപ്പോൾ ആ രീതിയിൽ വെക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇതിലോട്ടപ്പം ഇത്രയും ഞാനത് മൂപ്പിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ അതിലോട്ട് ഞാൻ നമ്മുടെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചില്ലേ മുളക് പൊടിയെല്ലാം റെഡിയാക്കി വെച്ചിരുന്ന മുളക് പൊടിയെല്ലാം കൂടെ ഇതാണെന്ന് വിചാരിച്ചു നേടുന്നുണ്ട്. ഇത് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് ഓരോ സെപ്പറേറ്റ് ഇടണം. മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി ഇടണം. ഇപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന കുളത്തിലായിരിക്കും, ചില സമയത്ത് ചുമ്മാ ഒരു മുളക് പൊടി ഇട്ടാലും അടിപൊളിയായിരിക്കും, നല്ല രുചിയായിരിക്കും. ഇത് നല്ല കളറുണ്ട് തോന്നുന്നുണ്ട്, പക്ഷെ അത് മറ്റേ പിരിയമുളക് പൊടിയാണ്. അപ്പോൾ എരി കാണത്തില്ല, കളറേ കാണത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ നല്ലോണം നിൽക്കുന്നുണ്ട്. പിന്നെ പാലിനകത്തോട്ട് കുളവ് വീഴരുത്. ഇങ്ങനെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ പുളിവെള്ളം മാറ്റിയിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. മുളക് പൊടി, പച്ചമുളക് ശരിക്കും മാറിയിട്ടില്ല. ഇത് കൂടുതൽ നമ്മൾ അതിലിട്ട് ഇളക്കിയാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ക്രീം പോലാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ മുമ്പ് കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളായിരുന്നു, നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. മസാലക്കായിട്ട് ഉപ്പ് കൊടുത്താൽ മീൻ നല്ലോണം പിടിക്കും. അല്ല ഇടുന്നതിനെക്കാട്ട് എനിക്ക് തോന്നുന്നു ഞാൻ മസാല ഇടുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടി രുചി വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇളക്കിയിരിക്കുക, കട്ടിയൊന്നുമില്ലാതെ
പിന്നെ ഇപ്പം തന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കാനും പറ്റും. ഇങ്ങനെ ഇതൊന്ന് എടുത്തിട്ട് ഇത്തിരി ചോറിൽ ഇട്ടാൽ അടിപൊളിയായിരിക്കും. അടിപൊളി രുചിയായിരിക്കും കഴിക്കാൻ. നമുക്ക് ഇതിൻ്റെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് ഇളക്കി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി മണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നല്ല ചൂടുണ്ട് അതിന് അടുപ്പിനെ. അപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ച് വെച്ചില്ലേ, അതങ്ങ് ഒഴിച്ച് കൊടുക്കും. ഞാൻ എപ്പോഴേ ഉള്ളവരില്ല, അതിൻ്റെ കളറൊന്നും മാറി ലക്ഷണമൊന്നും കാണുന്നില്ല. എൻ്റെ കയ്യിലുള്ളത് ഇത്ര മീനാണ്. കാണാമോ അതിൽ എത്ര ഒന്നും അറിയത്തില്ല. ഇത് ഇത്ര മീനാണ്. അപ്പോൾ ഇതിൽ ഇച്ചിരി വെള്ളം വേണ്ടി വരുമെന്ന് തോന്നുന്നു. കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ച് കൊടുക്കാം. തൽക്കാലം ഇങ്ങനെ കിടന്നിട്ടൊന്ന് തിളക്കട്ടെ. നല്ലവണ്ണം എൻ്റെ നല്ല മസാലയുടെ അടിപൊളി. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് കാണാമോയെന്ന് എനിക്കറിയത്തില്ല, നോക്കിയാൽ കാണാം. നല്ല അടിപൊളിയാണ്, ക്രീം പോലെ അടിപൊളി. ചേട്ടാ ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം, മീനൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പം ഞാനിനി ഇത് കുറച്ച് തിളയ്ക്കാൻ വെക്കാം. എന്നിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് വെച്ച് അടച്ച് വെക്കാം. അപ്പം അങ്ങനെ കുറച്ച് നേരത്തേന് തിളക്കട്ടെ. അതുവരെ നമുക്കൊന്ന് വിശ്രമിക്കാം. എന്നാൽ തന്നെ എൻ്റെ പാലും ചൂടായി തുടങ്ങിയിട്ടുണ്ട്, റെഡിയായത്. അപ്പോൾ നമ്മുടെ മീൻ ചാറ് തിളച്ചെന്നാണ് തോന്നുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു. അടിയിൽ പിടിച്ചോ ഇല്ല. ഓക്കെ, തിളച്ചിട്ടുണ്ട് മീൻ കേട്ടോ. നമ്മുടെ പാലും അങ്ങനെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ആ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇച്ചിരി നീളമുള്ള ഒരു മീനാണ്. ഇവിടെ ഒരുപാട് കിട്ടും. അത് ഇവിടെ വിലയും അതിന് കുറവാണ്. വിലയുടെ കുറവിൻ്റെ അല്ല, എനിക്ക് ആ മീൻ ഇഷ്ടം. പക്ഷെ ചിലർക്കൊന്നും ഈ മീൻ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ നല്ല കഷ്ണം മീനാണ്. മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഇളകി കൊടുക്കും. ഇങ്ങനെ അത് കിടന്നിട്ട് ഇങ്ങനെ വെന്തോളും. നല്ല കുറുകിയിരിക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീൻ കുറച്ച് ഇരിക്കുന്നതാണ്, ഇച്ചിരി വെള്ളം വേണമെന്ന് തോന്നുന്നത്, പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പം ഇത് അടി പിടിക്കത്തില്ല. ഇത് പിന്നെ ഗ്രേവി കൂടുതലുള്ളത് കൊണ്ട്, മീൻസ് കുറുകിയിരിക്കുന്നതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് വരും. അപ്പോൾ ഞാനത് കുറച്ച് വെച്ചു. നമ്മുടെ ഗ്യാസ് സ്റ്റവ് പോലെ അല്ല, ഇത് കറണ്ടിൻ്റെ സ്റ്റൗവാണ്. ഇത് കണ്ടാൽ മനസ്സിലാവും. ചൂട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങ് കുറഞ്ഞു പോകും. കൂട്ടി വെച്ചാൽ നല്ലോണം കൂടുതലായിരിക്കും. ഒരു മീഡിയത്തിൽ ഇരിക്കത്തുമില്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ കുറച്ച് വെച്ചാൽ കുറേ കഴിയണം അതിൻ്റെ ചൂട് കുറയണമെങ്കിൽ. അപ്പോൾ അതങ്ങനെ തിളക്കട്ടെ. നമ്മുടെ പാലും ഇങ്ങനെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തോ ഇല്ലയോ എന്ന്. കൊടുക്കാം. കുറച്ച് ഉപ്പ് നോക്കാം ഒന്നുകൂടെ.
അപ്പം നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. ഗ്ലാസ് എടുത്തു വരാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലാസ്റ്റിൽ ഇളകി കൊടുക്കാം. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. അടിപൊളി ബിരിയാണിയാണ്. ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം പുറമേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാം കാണാമല്ലോ. അടിപൊളി മീൻകറിയാണ്. എല്ലാവരും വെച്ച് നോക്കണം. കുറച്ച് ഉള്ളി കൂടുതലിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു ചെറിയ മധുരം കാണുമായിരിക്കും. എനിക്ക് പക്ഷേ ഉണ്ടായിട്ടില്ല. നല്ലോണം വറുത്ത ചിലപ്പോൾ മധുരം കാണത്തില്ല. പക്ഷെ അടിപൊളിയാണ്. എല്ലാവരും വെച്ച് നോക്കണം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.